ഔദസ്യ ആധ്യാത്മികത ആധ്യാത്മികത എന്ന് വേർതിരിക്കാനാവുമോ എന്ന ചോദ്യം അഭിമന്യ തിരുമേനി ആദ്യമേ തന്നെ ഉയർത്തി. തിരുമേനി പറഞ്ഞു, കാഴ്ചപ്പാടുകളുടെ ഒരു വ്യത്യാസമുണ്ട്. അത് വളരെ ശരിയാണ്. സാരാംശത്തിൽ രണ്ടും ഒന്നാണ് എന്ന് പറയാമെങ്കിലും നമ്മുടെ കാഴ്ചപ്പാടുകളിൽ, നമ്മുടെ വീക്ഷണകോണുകളിൽ വ്യത്യാസം വരുന്നതുകൊണ്ടാണ് പലപ്പോഴും രണ്ടായിട്ട് കാണുന്നത്. യൂറോപ്പിൽ ആദ്യം ചെല്ലുന്ന ആളുകൾ, പ്രത്യേകിച്ചും പള്ളികൾ ശ്രദ്ധിക്കുന്ന ആളുകൾ കാണുന്ന ഒരു സംഗതിയുണ്ട്. അവിടുത്തെ പഴയ പള്ളികളുടെ ഒക്കെ മുകളിൽ കാറ്റടിക്കുമ്പോൾ കറങ്ങുന്ന ഒരു പൂൻകോഴിയുടെ രൂപമുണ്ട്. ഇംഗ്ലീഷിൽ വെതർകോക്ക് എന്നാണ് അതിനെ പറയുന്നത്. തെറ്റിൽ നിന്ന് വടക്കോട്ട് കാറ്റടിക്കുമ്പോൾ അത് അങ്ങോട്ട് കറങ്ങും, പടിഞ്ഞാറ് നിന്നാണ് കിഴക്കോട്ട് കാറ്റെങ്കിൽ അതങ്ങനെ കറങ്ങും. അപ്പോഴേ കാറ്റടിക്കുന്നതിനനുസരിച്ച് അത് കറങ്ങിക്കൊണ്ടിരിക്കും. ദിശ കാണിക്കാനുള്ള, കാറ്റിന്റെ ദിശ കാണിക്കാനുള്ള സംവിധാനമാണ്. ഒരിക്കൽ ഞാൻ ആദ്യകാലത്ത് അവിടെ ചെല്ലുമ്പോ അവിടെയുള്ള ഒരു ഗണിതശാസ്ത്രജ്ഞനോട് ചോദിച്ചു, എന്താണ് ഇതിന്റെ അർത്ഥം? എനിക്കത് വെതർകോക്കാണെന്ന് അറിഞ്ഞുകൂടെ? അദ്ദേഹം പറഞ്ഞു, എങ്ങോട്ടാണോ ഈ ലോകത്തിന്റെ പ്രയാണം, സഭ അതിനനുസരിച്ച് അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കണം എന്നാണ്. അതിന് രണ്ടർത്ഥമുണ്ട് എന്ന് നമുക്കറിയാം. നല്ല അർത്ഥവുമുണ്ട്, അത് നല്ലതല്ലാത്ത അർത്ഥവുമുണ്ട്. സഭയ്ക്ക് ദിഗ്ബോധം നൽകാൻ, അതിന്റെ ഗതി എന്താണെന്ന് അറിയിക്കാൻ, ലോകത്തിന്റെ ഗതി എന്താണെന്ന് അറിയിക്കാൻ സഭയ്ക്ക് ചുമതലയുണ്ട് എന്ന് വേണം പറയാൻ. നല്ല അർത്ഥം എന്താണോ ജനങ്ങൾ ചെയ്യുന്നത് അതിനെ അംഗീകരിക്കുക. ഫാഷൻസ് മാറിക്കൊണ്ടിരിക്കും, അതുകൊണ്ട് ഓരോ ഫാഷനും വരും, അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക എന്നാണ്. അതൊരു നിങ്ങളെ ഒരുപക്ഷെ അതിൽ വായിച്ചിട്ടുണ്ടായിരിക്കും. വളരെ രസകരമായ മർമ്മകഥകളിൽ നിന്ന ഒരു ഇറ്റാലിയൻ എഴുത്തുകാരനുണ്ട്, ജിയോവാനി വാലേഷ്കി എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ കഥകളാണ് ഡോൺ കാമിലോ കഥകൾ. ഡോൺ കാമിലോ എന്ന് പറയുന്നയാള് റോമൻ കത്തോലിക്ക പുരോഹിതനാണ്. രണ്ടാം വത്തിക്കാൻ സിനോസിന് മുൻപും പിന്നും ജീവിച്ചിരുന്ന ആളാണ്. വളരെ വളരെ യാഥാസ്ഥിതികനാണ്. അദ്ദേഹം ഉള്ളിന്റെ ഉള്ളിൽ അദ്ദേഹം വളരെ വിശുദ്ധിയുള്ള, സ്നേഹമുള്ള ആളാണ്. പക്ഷെ പുറമെ അദ്ദേഹത്തിന്റെ പെരുമാറ്റം വളരെ കർശനക്കാരൻ എന്നുള്ള വിധത്തിലാണ്. അപ്പോ രണ്ടാം വത്തിക്കാൻ സിനോസ് കഴിഞ്ഞപ്പോൾ കത്തോലിക്ക സഭയിൽ വലിയ മാറ്റങ്ങൾ വന്നു. ഡോൺ കാമിലോ അച്ഛന്റെ അസിസ്റ്റന്റ് ആയിട്ട് വന്ന അച്ഛൻ ഈ സിനോസിന്റെ അനുഭൂതി ഉൾക്കൊണ്ടവനായിരുന്നു അവരുടെ ഭാഷയനുസരിച്ച്. അതുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ അതാത് സന്ദർഭങ്ങളിൽ അതാത് പശ്ചാത്തലത്തിൽ നിർവഹിച്ചു കൊടുക്കണം എന്നുള്ള ചിന്തക്കാരനായിരുന്നു. അപ്പൊ അങ്ങനെ ഇരുന്നവരാണ് ഒരു യുവാവും യുവതിയും അവർക്ക് കല്യാണം കഴിക്കണം, അവര് പരമാർത്ഥനാണ് എന്ന് പറഞ്ഞ് പള്ളിയിൽ വന്നു അച്ഛനിലേക്ക് അടുത്തു വന്നു. അവർ രണ്ടുപേരും കത്തോലിക്കരാണ്. പക്ഷെ ഒരു പ്രശ്നമേ ഉള്ളൂ, അവർ രണ്ടുപേരും ഈ വിമാനത്തിൽ നിന്ന് പാരച്യൂട്ട് വഴി താഴേക്ക് ചാടുന്നതിൽ വൈദഗ്ധ്യം നേടിയവരാണ്. അതുകൊണ്ട് അവരുടെ വലിയ ആഗ്രഹമാണ് അവരുടെ വിവാഹം വായുവിൽ വെച്ച് നടക്കണം. രണ്ടുപേരും വിമാനത്തിൽ താഴേക്ക് ചാടുമ്പോഴായിരിക്കണം അവരുടെ വിവാഹം, അവരുടെ കൈകോർത്ത് വിവാഹം നടത്തേണ്ടതെന്നാണ്. കേട്ടപ്പോൾ തന്നെ അത് ഡോൺ കാമിലോ അത് തള്ളിക്കളയും. യാഥാസ്ഥിതികളാണ് അവരാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ളത് കേട്ടപ്പോ വിചാരിച്ചു, ഈ വലിയതിന് അത്ര വലിയ ഒരു പുരോഗമന ചിന്തയൊന്നുമില്ല. ഈ ചെറുപ്പക്കാരെന്താണ് ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കണം. അതുകൊണ്ട് ഞാൻ പോയി പാരച്യൂട്ട് ജമ്പിംഗ് പഠിക്കാം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം പഠിച്ചെടുത്തു. വരനും വധുവും അച്ഛനും കൂടി വിമാനത്തിൽ നിന്ന് താഴേക്ക് ചാടി. അച്ഛന് സംഭവിക്കുന്നുള്ളത് നമുക്ക് ഏകദേശം ഊഹിക്കാം. അപ്പൊ ഒരു പരിഹാസ്യമായ വിധത്തിലാണ് അദ്ദേഹം അത് അവതരിപ്പിക്കുന്നത്. അപ്പം ഈ ലോകത്തിന്റെ പ്രവണതകൾക്ക് അനുസരിച്ച് സഭ നീങ്ങിക്കൊണ്ടിരിക്കണം. അതാണ് ഫാഷനബിൾ ആയിട്ടുള്ള സ്പിരിച്വാലിറ്റി
ഫാഷണബിളായിട്ടുള്ള തിയോളജി എന്ന് പഠിപ്പിക്കുന്ന ധാരാളം ആളുകൾ ലോകത്തിലുണ്ട്. പല നല്ല പേരുകളൊക്കെ കൊടുക്കുമായിരിക്കാം. അങ്ങനെയല്ല, സഭയ്ക്ക് ചിരന്തനമായ ഒരു മൂല്യ വ്യവസ്ഥയുണ്ട്. ചുറ്റുപാടുകൾക്ക് എന്തെല്ലാം മാറ്റം വന്നാലും അടിസ്ഥാനപരമായ സനാതനമായ മൂല്യങ്ങൾക്ക് മാറ്റം വരുത്താൻ സാധിക്കുകയില്ല എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. ഒരു കൂട്ടരെ യാഥാസ്ഥിതിയും അതേ കൂട്ടരെ പുരോഗമനവാദികൾക്കും ഒക്കെ ലഭ്യമായിരിക്കും. ഞാനത് പറഞ്ഞത് ഈ ആധ്യാത്മികതയെ കുറിച്ച് ഇപ്പോൾ അങ്ങനെയുള്ള ധാരാളം കാഴ്ചപ്പാടുകളുണ്ട്. ന്യൂ ഏജ് മൂവ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം. അതൊരു ഒറ്റ വാക്കിൽ നിർവചിക്കാൻ സാധിക്കുകയില്ല. പല മതങ്ങളിൽ നിന്നും പല സംസ്കാരങ്ങളിൽ നിന്നും സ്വീകരിച്ചിരിക്കുന്നതായ പല അംശങ്ങൾ ചേർത്ത് പല രീതിയിൽ അവതരിപ്പിക്കുന്ന ആധ്യാത്മികതയുണ്ട്. അപ്പോ വലിയ പ്രയാസമാണ് ആധ്യാത്മികതയെ കുറിച്ച് സംസാരിക്കാൻ. എന്നാൽ അതല്ല എന്റെ പ്രയാസം. എന്റെ പ്രയാസം ആധ്യാത്മികത എന്നുള്ളത് അനുഭവത്തിൻ്റെതായ സംഗതിയാണ്. അത് വാക്കുകളിലൂടെ നിർവചനങ്ങളിലൂടെ അവതരിപ്പിക്കാൻ പ്രയാസമാണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് അല്പസമയം ചിന്തിക്കാവുന്നതാണ്. 2-3 കാര്യങ്ങൾ വളരെ ചുരുക്കമായിട്ട് ഞാൻ സൂചിപ്പിച്ചുകൊള്ളാം. ഇത് എനിക്ക് ഏതെങ്കിലും തരത്തിൽ ഈ കാര്യത്തിൽ അറിവുണ്ടെന്നോ വൈദഗ്ധ്യമുണ്ടെന്നോ ഒന്നുമുള്ള ചിന്ത കൊണ്ടല്ല. നമ്മുടെ ആരാധനാക്രമങ്ങളിൽ നിന്നും നമ്മുടെ പാരമ്പര്യത്തിന്റെ ചില നൈവഴികളിൽ നിന്നും ഒക്കെ നമുക്ക് ലഭിക്കുന്ന ഉൾക്കാഴ്ചകളാണ്. പൗരസ്ത്യ ആധ്യാത്മികതയുടെ ഒന്നാമത്തെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും നഗ്നത എന്നാണ്. നെയ്ക്കഡ്നെസ്, നാം നഗ്നരായിരിക്കുക, അതാണ് പൗരസ്ത്യ ആധ്യാത്മികതയുടെ ആദ്യത്തെ സ്വഭാവം. നമ്മുടെ സദാചാര ബോധത്തെ ഒരുപക്ഷെ അല്പം ഉൾപ്പെടുത്തുന്ന ഒന്നായിരിക്കും ഈ വാക്ക്. പക്ഷെ നഗ്നത എന്ന് പറയുമ്പോൾ ആദാമും ഹവ്വയും സർവീസയിൽ നഗ്നരായിരുന്നു എന്ന് നമുക്കറിയാം. വേദപുസ്തകത്തിൽ അവരുടെ നഗ്നതയെ കുറിച്ച് അവർക്ക് ബോധം വരുന്നതായി പറയുന്നത് അവർ പാപം ചെയ്തതിന് ശേഷമാണ്. അതിന് മുൻപ് അവർക്ക് അങ്ങനെ ബോധമില്ല. അതുപോലെ പൗരസ്ത്യ ആധ്യാത്മികത പാപം ചെയ്ത മനുഷ്യന്റെ ആധ്യാത്മികതയെ കുറിച്ച് അല്ല പറയുന്നത്. പാപം ചെയ്യുന്നതിന് മുൻപുള്ള ആധ്യാത്മികതയെ കുറിച്ച്, അല്ലെങ്കിൽ പാപം ചെയ്തിട്ട് അനുഭവിച്ച് തിരിച്ചു വരുന്ന അവസ്ഥയെക്കുറിച്ച് ആണ് പൗരസ്ത്യ ആധ്യാത്മികത പറയുന്നത്. അത് നഗ്നതയുടെ അനുഭവമാണ്. അപ്പോ പാപം ചെയ്ത മനുഷ്യന്റെ ആധ്യാത്മികതയാണ് ഇപ്പോൾ ഫാഷണബിളായിട്ട് കാണുന്നത്. പാരഷൂട്ട് ജമ്പ് ചെയ്യുന്ന രണ്ടുപേരോടൊപ്പം ചാടുന്ന വൈദ്യുതി ഒരുപക്ഷെ അതായിരിക്കും തെറ്റൊന്നുമില്ല. അതിൽ അടിസ്ഥാനപരമായിട്ട് തെറ്റണമെന്നല്ല ഞാൻ പറയുന്നത്. എങ്കിലും അവരാണ് അതിന്റെ രീതി അതാണ്. മറ്റത് ഈ പാപം എന്ന് പറയുന്നത് മനുഷ്യവർഗത്തിന്റെ സ്വഭാവമല്ല. വാസ്തവത്തിൽ ഇറ്റ്സ് നോട്ട് പാർട്ട് ഓഫ് ഹ്യൂമൻ നേച്ചർ. സിൻ ഈസ് നോട്ട് പാർട്ട് ഓഫ് ഹ്യൂമൻ നേച്ചർ എന്നാണ് വളരെ അറിവുള്ളവരായ നിലവുള്ളവരായ സഭാപിതാക്കന്മാർ പലരും പഠിപ്പിച്ചിരിക്കുന്നു. അത് നമുക്കൊരു പുതിയ സംഗതിയായിട്ട് തോന്നാം. നമ്മളെപ്പോഴും പഠിക്കുന്നത് പാപം എന്ന് പറയുന്നത് മനുഷ്യ സ്വഭാവത്തിന്റെ അവിഭാജ്യമായ ഘടകമാണ് എന്നാണ്. അങ്ങനെ എന്റെ പിതാക്കന്മാരെന്ന് പഠിപ്പിച്ചത് സിൻ ഈസ് നോട്ട് പാർട്ട് ഓഫ് ഹ്യൂമൻ നേച്ചർ, ഇറ്റ്സ് നോട്ട് ഇൻഹെറിറ്റബിൾ പാർട്ട് ഓഫ് ഹ്യൂമൻ നേച്ചർ. അത് ദൈവപ്രദായതാണ്. അതുകൊണ്ടാണ് ആദം ഹവ്വയും പാപം ചെയ്ത് കഴിഞ്ഞിട്ടാണ് നഗ്നതയെ കുറിച്ച് ചിന്തിക്കുന്നതും പിന്നെ അത് മറിക്കാൻ ഒളിച്ചിരിക്കുന്നതും പിന്നെ വസ്ത്രം ദൈവം അവർക്ക് കൊടുക്കുന്നതും ഒക്കെ ശരിയാണ്. തുടക്കത്തിൽ അങ്ങനെയില്ല. അതുകൊണ്ട് ഈ കൊച്ചു കുട്ടികളെ മാമോദിസ മുക്കുമ്പോൾ നമുക്കറിയാം എല്ലാ വസ്ത്രവും ഊരിയിട്ടാണ് മാമോദിസ മുക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ മാമോദിസനെ കണ്ടിട്ടുണ്ട്. അത് മുഴുവൻ വേഷം ധരിച്ചിരുന്ന കുട്ടികളാണ്. അവരുടെ നെറ്റിയിൽ മാത്രം വെള്ളം തൊടും. അങ്ങനെയല്ല, പൗരസ്ത്യ പാരമ്പര്യത്തിൽ എല്ലാ വസ്ത്രവും ഊരിക്കളഞ്ഞിട്ട് പൂർണ്ണ നഗ്നരായിട്ടാണ് കുഞ്ഞുങ്ങളെ മാമോദിസ മുക്കുന്നത്. ഈ മാമോദിസ നഗ്നതയിലേക്ക് നമ്മെ തിരിച്ചു കൊണ്ടുവരുന്നു
എന്നാണ് സൂചിപ്പിക്കുന്നത്. കൊച്ചുകുട്ടികളുടെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ചും അമ്മമാർക്കൊക്കെ അറിയാം. കൊച്ചുകുട്ടികൾക്ക് വസ്ത്രം ധരിക്കാൻ ഇഷ്ടമില്ല. നമ്മൾ നിർബന്ധിച്ചാണ് അവരെ വസ്ത്രം ധരിപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അതിനെല്ലാം ഊരിക്കളഞ്ഞിട്ട് സ്വതന്ത്രമായിട്ട് നടക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവർ വസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ പ്രത്യേകമായ ഒരു ദർശനത്തിന്റെ ഫലമായിട്ട് അതിൽ അടിച്ചേൽപ്പിക്കുന്ന ഒന്നാണ്. വസ്ത്രം അവരുടെ ശരീരത്തിന്റെ സ്വാഭാവികമായ ഭാഗമല്ല. ഇത് കുറച്ചുകൂടി ആഴമായിട്ട് സമാജമായിട്ട് ഹൃദയങ്ങൾ വെച്ചുകൊണ്ട് പറഞ്ഞാൽ നമ്മുടെ വസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ത്വക്കാണ്, നമ്മുടെ ചർമ്മമാണ്, നമ്മുടെ തൊലിയാണ്. അതാണ് വസ്ത്രം. അപ്പോ മറ്റു വസ്ത്രങ്ങളെല്ലാം കൂടി കളഞ്ഞിട്ട് ഇന്നത്തെ ആളിനെ നഗ്നനെന്ന് പറയാൻ സാധിക്കുകയില്ല. കാരണം ദൈവം കൊടുത്ത ചർമ്മവസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആ ബോധമുള്ളത് നമുക്കില്ല, വായുള്ളവർക്കില്ല, ഇതിനെ കുറിച്ച് കുട്ടികൾക്കാണ്. അതുകൊണ്ടാണ് ഈ വസ്ത്രം ഒരു ഏലിയൻ ബോഡിയാണ്. അത് ശരീരത്തിന് ആവശ്യമില്ല, ശരീരത്തിൽ അത് ധരിക്കുന്നത് ഭാരമാണ് എന്ന് ധരിക്കുന്നു. കർത്താവിന്റെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ നഗ്നതയാണ്. നിങ്ങൾ യോർദാൻ നദിയിൽ കർത്താവ് മാമോദിസായെടുക്കുന്ന ഐക്കൺ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. നഗ്നനായ യേശുവിനെയാണ് അവിടെ കാണുന്നത്. വെള്ളത്തിന്റെ ഒരു നേരിയ ആവരണം മാത്രമേ അവിടെയുള്ളൂ. കുരിശിൽ കിടക്കുന്ന യേശു ക്രിസ്ത്യനാണെന്നാണ് നമ്മുടെ ആരാധനാക്രമങ്ങളെല്ലാം പറയുന്നത്. നഗ്നനാണ് അവന്റെ നരിവിൽ തൂക്കിയത് എത്രയോ പ്രാവശ്യം ക്രിസ്തുവിനെയാഴ്ച പാടുന്നു. ആ നഗ്നനായ യേശുവിന്റെ മൃതദേഹമാണ് നിക്കോദീമോസും ദൈവത്തിനായ യോസേഫും എടുത്ത് പുതിയ യേശുവിലേക്ക് ചുറ്റി പുതിയ കഥകളിൽ വെച്ചത്. ദൈവത്തിനായ ക്രിസ്തു ആ വസ്ത്രമോട് ഉപേക്ഷിച്ചാണ് പോയത്. ദൈവത്തിനായ ക്രിസ്തുവും നഗ്നനാണ് എന്ന് പറയും. അപ്പൊ മാമോദിസാമുങ്ങിയവൻ നഗ്നനാണ്, കുരിശിൽ തറയ്ക്കപ്പെട്ടവൻ നഗ്നനാണ്, ഉയരത്തിലേറ്റവൻ നഗ്നനാണ് എന്ന് പറയാൻ നമുക്ക് മടിയാണെങ്കിലും അതാണ് വേദപുസ്തകത്തിൽ പറയുന്നത്. നമ്മുടെ നല്ല പാരമ്പര്യവും വ്യാഖ്യാനിക്കുന്നതും അങ്ങനെയാണ്. അതുപോലെ കൊച്ചുകുട്ടികളെ കുറിച്ച് പറയുന്നതും ആ അർത്ഥത്തിലാണ്. അതേ മാമോദിസം മുക്കുന്നതും അതേ ആത്മാവിലാണ്, അതേ അർത്ഥത്തിലാണ്. ഇന്ത്യയിൽ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2500 വർഷങ്ങളായിട്ടെങ്കിലും ഇവിടെ ദിഗംബരന്മാരെന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ജൈന പാരമ്പര്യത്തിൽ നിന്ന് വന്നവരാണ്. ഞാൻ കുറെ വർഷങ്ങൾക്ക് മുൻപ് ഡൽഹിയിൽ നാഷണൽ കൗൺസിൽ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ഡൽഹിയിലെ ഒരു പ്രധാനപ്പെട്ട തെരുവിൽ വെച്ച് ആദ്യമായിട്ട് ഞാൻ ദിഗംബരനെ കാണുന്നത്. ആദ്യമേ ഞെട്ടലുണ്ടായി. കേരളത്തിൽ നിന്ന് പോയ റസായനിയായിരിക്കും സ്വാഭാവികമായിട്ടും ഞെട്ടലുണ്ടാകും. നാല് വസ്ത്രവും ധരിക്കാതെ ഒരു 40 വയസ്സുള്ള അരോഗനായ ഒരു സന്യാസി താടി കഴിയുമൊക്കെയുണ്ട്. തെരുവീതിയിലൂടെ അനായാസം നടന്നു നീങ്ങുകയാണ്. ധാരാളം ആരാധകർ, സ്ത്രീകളും പുരുഷന്മാരും ഉടുപ്പ് കൂട്ടിക്കൊണ്ട് അയാളുടെ പുറകെ പോകുന്നു, നിർഭാവനം ചെയ്യുന്നു. ഇതൊരു അപൂർവമായ കാഴ്ചയാണ്. ലോകത്തിൽ എവിടൊന്നും ഇങ്ങനെ കാണാൻ സാധിക്കുകയില്ല. ഞാൻ ആദ്യം കണ്ട് പറഞ്ഞ മാത്രമേ ഉള്ളൂ. എന്നെ കണ്ട് വലിയ ആളുകൾ പിടിക്കുന്നുണ്ട്. 1986 അതിനുശേഷം ഹിമാലയത്തിലൊക്കെ പല പ്രാവശ്യം പോയി കൈലാസം വരെ യാത്ര ചെയ്തു, മാനസത്തിൽ കണ്ടു. ഇങ്ങനെയുള്ള സന്യാസിമാരുടെ കൂടെ തന്നെ കൈലാസത്തിൽ പോകേണ്ടതായി വന്നു. അപ്പോ മറ്റൊരു പ്രശ്നമേ നമ്മുടെ സാധാരണ സങ്കല്പങ്ങളിൽ നിന്ന് വളരെ വളരെ വ്യത്യസ്തമായ ഒരു സങ്കല്പവും ഒരു പ്രപഞ്ചവുമാണ് അത് നമുക്ക് നൽകുന്നത്. പക്ഷെ ഇവിടെ ക്രിസ്തീയമായ അർത്ഥത്തിൽ ഈ നഗ്നത എന്ന് പറയുന്നത് ആദാമിന്റെ പാപത്തിലേക്കുള്ള പ്രവണതയെ, ആ പാപമൂലമുണ്ടാകുന്ന രക്ഷയെ, ഇതിനെല്ലാം മാറ്റിക്കളയുന്ന ഒന്നാണ് നമ്മുടെ ആദി നഗ്നത. ഇപ്പൊ നമ്മൾ വസ്ത്രം ധരിക്കുന്നത് കാവ്യമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസവും വസ്ത്രത്തിൽ മാനിച്ചു ചില കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവരെ കയ്യിൽ കിട്ടുന്ന തുണി കൊണ്ട് മുഖം മൂടുന്നുണ്ട്.
എന്തിനാണ് എന്റെ മുഖം മൂടുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാരോ എഴുതിയിരിക്കുന്നു. പെട്ടെന്ന് മുഖം മൂടുകയാണ്. കാരണം അവർ വിളിക്കാൻ ആരും സൗകര്യം വിളിച്ചതുപോലെ തന്നെ അവരും വിളിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ വസ്ത്രം ഒരു വശത്ത് കുറ്റവാളികളെ മുഖം കൂടുമ്പോൾ മറുവശത്ത് നമ്മുടെ ഈ മതങ്ങളിലുള്ള വലിയ സ്ഥാനികളൊക്കെ കൂടുതൽ വസ്ത്രങ്ങൾ ധരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഓരോ പ്രാവശ്യവും കുപ്പായം ധരിക്കുമ്പോൾ 5 നീളം വേണം ഈ ഒരു കുപ്പായത്തിന്റെ തൊലിക്ക്. വലിയ വിലയാണ്. അത് ധരിച്ചെടുക്കാനുള്ള കൂലിയും വളരെ കൂടുതലാണ്. വലിയ സൗകര്യമൊന്നുമില്ലാത്ത ഒരു വൈദ്യന് അതൊരു വലിയ ഭാരമാണ്. നമ്മുടെ ആളുകൾ വളരെ നല്ലവരായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സമ്മാനങ്ങളൊക്കെ ആയിട്ട് അവർ കുപ്പായം ഒക്കെ കൊടുക്കാറുണ്ട്. ഇത് ഓർക്കാറുണ്ട്, ഈ ചൂടുള്ള സമയത്ത് ഞാൻ എന്തിനാണ് ഇത്രയും കട്ടിയുള്ള ഈ വസ്ത്രം 5 മീറ്റർ തുണി കൊടുക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അതിനെ ലഭിക്കാനുള്ളതായ ധാർമ്മികമായ ശക്തി, ആധ്യാത്മിക ധൈര്യം എനിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി ഈ ബ്രിട്ടീഷുകാരുടെ എല്ലാ സംസ്കാരവും പഠിച്ചയാളാണ്, ഇന്നത്തെ നമ്മൾ പഠിച്ചയാളാണ്. പക്ഷെ അദ്ദേഹം ഏറ്റവും ചുരുങ്ങിയ വസ്ത്രത്തിലേക്ക് വന്നു. അത് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പഠന സമ്മേളനത്തിന് ഇങ്ങോട്ട് പോയ ശീതകാലത്ത് ഡിന്നറിൽ ഇങ്ങോട്ട് ചെന്ന ഗാന്ധിജിയോട് ബ്രിട്ടീഷ് രാജാവ് ചോദിച്ചു, അങ്ങനെ അറിയുന്നില്ലേ അറിയൂ, അതിന് കോടെന്ന് ചോദിച്ചു. അപ്പോ ഗാന്ധിജി പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാം. യുവർ മജസ്റ്റി, യുവർ വെയറിംഗ് ഈവൻ ഫോർ ബോത്ത് ഓഫ് us. 2 പേർക്കും വേണ്ടിയുള്ള വസ്ത്രം അങ്ങനെ ധരിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഈ സൈനിക ജനറൽസ് ഒക്കെ ആകുന്ന ആളുകൾ നമ്മുടെ പടം കാണാം. ഇവിടെ മുഴുവൻ മെഡൽസാണ്, തീരാ വേഷം ധരിച്ചിട്ട് മെഡൽസാണ്. മതത്തിൽ അങ്ങനെ തന്നെയാണ്. നമ്മള് ഇതെല്ലാം കൊണ്ട് അലങ്കരിക്കാമോ അവരെല്ലാം നമ്മളെ അലങ്കരിക്കുന്നു. പക്ഷെ അത് ഈ ലോകത്തിൽ ഒരു നല്ല ഭാഗം ആളുകൾക്ക് അത് മനസ്സിലാവുകയില്ല. പ്രത്യേകിച്ചും ചെറുപ്പക്കാർക്ക് മനസ്സിലാവുകയില്ല. പക്ഷെ നമ്മൾ വേഷം ധരിക്കണ്ടേ? ആ വേഷം ധരിക്കുന്നതിനെ കുറിച്ച് വേദപുസ്തകത്തിൽ പൗലോസപ്പോസ്തലൻ പഠിപ്പിക്കുന്ന 1-2 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുകയാണ്. എഫേസ്യ ലേഖനം, പൗലോസപ്പോസ്തലൻ എഫേസ്യരുടെ ലേഖനം 6-ാം അധ്യായം 14-ാം വാക്യം മുതൽ. എഫേസ്യ ലേഖനം 6:14 മുതൽ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിക്കും, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിനെ ചെരുപ്പാക്കുകയും എല്ലാത്തിനും മീതെ ദുഷ്ടന്റെ തീർപ്പുകളെയൊക്കെയും എടുക്കുവാൻ തക്കതായ വിശ്വാസം പരിധി എടുത്തുകൊണ്ടും നിർത്തി രക്ഷയുടെ ചരിത്രവും ദൈവവചനമെന്ന ആത്മാവിന്റെ വാഴും കൈകൊള്ളുകയും. ഇതാണ് സർവായുധ സംഘം എന്ന് പറയുന്നത്. അത് മുതൽ കാല് വരെ ഉള്ള വസ്ത്രത്തെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ആ വസ്ത്രം നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല, നമുക്ക് തൊടാൻ സാധിക്കുന്നതല്ല. അതിന്റെ നിറത്തെക്കുറിച്ച് അവിടെ പറയുന്നില്ല. ഈ ശിരസ്ത്രം മുതൽ ഈ പാദരക്ഷ വരെയുള്ള അദൃശ്യമായ സുതാര്യമായ ഒരു വസ്ത്രമാണ് ദൈവം നമുക്ക് നൽകുന്നത്. വിശുദ്ധുള്ളതായ ദുരിത ശുശ്രൂഷയിൽ, ദുയാവ എന്ന സുയാനിൽ പറയുന്ന ദുരിത ശുശ്രൂഷയിൽ ഇതെല്ലാം വളരെ വിശദമായിട്ട് വരുന്നുണ്ട്. ഓരോ അംശവസ്ത്രവും ധരിക്കുമ്പോൾ അതിന് പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഈ സർവായുധ വർഗത്തെ കുറിച്ച് പൗലോസപ്പോസ്തലൻ പറയുന്നു. സങ്കീർത്തനങ്ങളുള്ളതായ സൂചനകളും എല്ലാം ചേർത്തുള്ള അതിമനോഹരമായ പ്രാർത്ഥനകളാണ്. കൈകൾ ധരിക്കുമ്പോൾ എന്റെ ഇടത് കൈയെ നീതിയുടെ ഉപകരണമാക്കി മാറ്റണമേ, എന്റെ വലത് കൈയെ നീതിയുടെ ഉപകരണമാക്കി മാറ്റണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഈ വസ്ത്രം ധരിക്കുമ്പോൾ ഇത് വസ്ത്രമല്ല ധരിക്കുന്നത്, ഇത് തേജസ്സിന്റെ വലയമാണ്, ഇത് പ്രകാശത്തിന്റെ സുതാര്യമായ വസ്ത്രമാണ്, ഇത് രക്ഷയുടെ വസ്ത്രമാണ് എന്ന് ധരിച്ചുകൊണ്ടാണ് സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാര്യത്തിന് ചെരുപ്പാക്കുകയാണ്. അല്ലാതെ ഈ ചെരുപ്പിട്ടുകൊണ്ട് ധ്യാനിക്കാൻ വേണ്ടിയുള്ളതല്ല. സങ്കല്പം പൂർണ്ണമായിട്ട് മാറുക. ഞാൻ സാധാരണയുടെ ചെരുപ്പല്ല പള്ളിക്കാൻ ചെറുത് എന്ന് പലപ്പോഴും ഞങ്ങൾ തന്നെയും പലപ്പോഴും ചിന്തിക്കാറില്ല. അതിന്റെ അർത്ഥപൂർണ്ണമായിട്ട് വ്യത്യസ്തമാണ്. കണ്ടാൽ ചെരുപ്പ് പോലെ ഇരിക്കും, പക്ഷെ സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കമാണ് എന്നുള്ളത് നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് അറിയാം. അപ്പൊ ഇങ്ങനെയുള്ള വസ്ത്രം നമ്മൾ ധരിക്കണം.
എന്നാണ് പറയുന്നത്. മറ്റു വസ്ത്രങ്ങൾ എല്ലാം കാവ്യമാണ്. നമ്മൾ എത്രയും ഒഴിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നു അത്രയും കട്ടിയുള്ള വസ്ത്രങ്ങളാണ് നമ്മൾ ധരിക്കുന്നത്. ഒരു മതനിരപേക്ഷ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, 4-5 ലെയറുള്ള വസ്ത്രമാണ് ഞാൻ ധരിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ എന്ത് ആയുധവും ഇതിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കാൻ സാധിക്കും. ഈ എയർപോർട്ട് ഇമിഗ്രേഷൻ കൗണ്ടറിലൊക്കെയുള്ള സെക്യൂരിറ്റി അറേഞ്ച്മെന്റ് അടുത്ത കാലം വരെ നിങ്ങൾക്കറിയാം, കേരളത്തിൽ തിരുവനന്തപുരത്തോ കൊച്ചിയിലോ വിമാനം കയറിയിരുന്ന വൈദികരെയും വെളിപ്പെട്ടക്കാരെയും ഒന്നും പലപ്പോഴും അങ്ങനെ സ്ക്രീൻ ചെയ്യാറില്ല, അല്ലെങ്കിൽ സൃഷ്ടി ചെയ്യുകയൊന്നുമില്ല. അവരെ കടത്തിവിടുകയാണ്. ഇത് വിശ്വാസമാണ്. ഇപ്പൊ അത് മാറിപ്പോയി. ഇപ്പോഴേ നിർദ്ദവിയ വസ്ത്രം ധരിച്ചുകൊണ്ട് ചെന്നാലും നിങ്ങളെ മെറ്റൽ ഡിറ്റക്ടറിലൂടെ കടത്തും, വേണ്ടി വന്നാൽ സൃഷ്ടി ചെയ്യുകയും ചെയ്യും. കാരണം കാവ്യത്തിന്റെ ആവരണമാണ് മനുഷ്യന്റെ വേഷം എന്നുള്ളത് നമുക്കറിയാമായിരുന്നു. ഇപ്പോൾ അത് സെക്യൂരിറ്റിക്കാരും ആദ്യമോടെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പൗരസംഘം പറയുന്ന ഈ അദൃശ്യമായ വസ്ത്രത്തിലേക്ക്, സുതാര്യമായ പ്രകാശപൂർണമായ വസ്ത്രത്തിലേക്ക് നാം തിരിച്ചു പോകണം. അതാണ് നമ്മുടെ നഗ്നത. ആ നഗ്നതയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. സദാചാരത്തിൽ ലഭിക്കുന്ന നഗ്നതയെ കുറിച്ചല്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. രണ്ടാമതായിട്ട് ഞാൻ സൂചിപ്പിച്ചു, അനുഭവനിഷ്ഠമാണ് ആധ്യാത്മികത. അതുകൊണ്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാമെന്ന് വിചാരിക്കുന്നത് അബദ്ധമാണ്. പൗരസ്ത്യ പാരമ്പര്യത്തിലല്ല, പാശ്ചാത്യ പാരമ്പര്യത്തിലും അങ്ങനെയാണ്. പൗരസ്ത്യ വളരെ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയുന്നു അല്ലെങ്കിൽ ചിന്തിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മോശസീനായ കളിയുടെ ഉയരങ്ങളിലേക്ക് കയറുമ്പോൾ വ്യക്തമായ വിവരണമുണ്ട്. പക്ഷേ കഥമൊരു വല്ലക്കൂടെ നമുക്ക് താഴെ നിൽക്കുകയാണ്. മോശത്തേക്ക് മുകളിലേക്ക് കയറി അതിന്റെ അത്യുന്നതങ്ങളിൽ ചെല്ലുമ്പോൾ ഒരുപാട് പുസ്തകത്തിൽ പറയുന്നത് അവൻ അന്ധതമസിലേക്ക് പ്രവേശിച്ചുവെന്നാണ്. അതാണ് ദൈവത്തെ കാണുന്നത്. അന്ധതമസിൽ വെച്ച് നമുക്ക് ആരെയും കാണാൻ സാധിക്കുകയില്ല, ആരുടെയും ഉപദേശിച്ച് ചെയ്യാൻ സാധിക്കുകയില്ല. 40 ദിവസവും 40 രാവും 40 പകലും മോശ അന്ധതമസിലായിരുന്നു. താഴെ രാവും പകലുമുണ്ട്. മോശയ്ക്ക് ഉള്ളിൽ ഇരുട്ടായിരുന്നു. 2 ദിവസം മുൻപാണ് ഈ സീനായി മലയിൽ കയറുവാൻ ഒരു ഭാഗ്യം ലഭിച്ചത്. ഇപ്പൊ പ്രയാസം വരാൻ സാധ്യമല്ല. കാരണം ഇപ്പോഴത്തെ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവരുടെ ആളുകാരെ കൊണ്ടുപോകുന്നില്ല. സീനായി ഗവൺമെന്റ് 4-ാം നൂറ്റാണ്ടിൽ മുതൽ നിലനിൽക്കുന്ന താമസിച്ചിട്ട് രാത്രിയിൽ പാതിരാത്രിക്ക് മുമ്പായിട്ട് എഴുന്നേറ്റ് 6 മണിക്കൂർ നടക്കണം. ഇത് നടക്കുന്നത് ഇരുട്ടിലൂടെയാണ്. വെളുവിൻ ഗൈഡുകളുണ്ട്. അത് ചെറിയ തോച്ചടിച്ച് നമുക്ക് കാണിച്ചു തരും. വലിയ വഴിയൊന്നുമില്ല. പാറക്കെട്ടുകൾക്കിടയിലൂടെ കരിയും കൂടും ചവിട്ടി അവിടെ പക്ഷേ വിഷമുള്ള മാവുകളും കാണും. അങ്ങനെ അതികഠിനമായ ഒരു നടപ്പാണ് 6 മണിക്കൂറുകൾ. പക്ഷെ മുകളിൽ ചെന്ന് കഴിയുമ്പോൾ സൂര്യോദയത്തിന്റെ സമയമാണ്. മനോഹരമായ സൂര്യോദയം. നമ്മുടെ എല്ലാ ക്ലേശങ്ങളും നമ്മൾ വിസ്മരിക്കും. പക്ഷെ അവിടെ പിടിച്ചു നിൽക്കാൻ സ്ഥലമില്ല. അവിടെ ധാരാളം പേര് ചെന്നാൽ അവിടെ ചവിട്ടി നിൽക്കാനായിട്ട് വളരെ പൂർത്തിയൊരു മലയാണ്. അവിടെ നിൽക്കാൻ ഈ സ്ഥലമൊന്നുമില്ല. അവിടെ പാറക്കെട്ടുകളുടെ ഏരിയയിലും അല്പസ്ഥലം നിങ്ങൾ പിടിച്ച് നിൽക്കേണ്ടി വരുന്നു. ഇവിടെയാണ് മോശ ദൈവത്തെ കണ്ടതെന്നാണ് യഹൂദന്മാരുടെയും ക്രൈസ്തവരുടെയും ഒക്കെ വലിയ പാരമ്പര്യം. അവിടെ എങ്ങനെയാണ് ദൈവത്തെ കണ്ടത്? അവിടെ ചെന്നപ്പോഴാണ് അന്ധതമസെന്നുള്ള അനുഭവം ഉണ്ടായത്. എന്റെ കൂടെ ചില ശാസ്ത്രം പഠിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നത് ഞാനൊരു തമാശ പറഞ്ഞു. താഴെ വേദപുസ്തകത്തിൽ പറയുന്നു, ഈ മോശ 40 രാവും 40 പകലും ദൈവത്തോടു കൂടിയായിരുന്നു പറയുന്നത് വാസ്തവത്തിൽ അത് വേറൊരു തരത്തിൽ വ്യാഖ്യാനിക്കാമല്ലോ. കാരണം ഇത് പെട്ടെന്ന് കാണാവുന്നതല്ല. അനേകം മലകളിലൂടെ കടന്നിട്ട് വേണം സീനായി മലയിലേക്ക് ചെല്ലാനായിട്ട്. നമുക്ക് ഒറ്റയ്ക്ക് പോയാൽ വഴിതെറ്റി പോകും, ആർക്കും വഴിതെറ്റി. അങ്ങനെ ഒരുപക്ഷെ 40 ദിവസങ്ങൾ ഈ പാറക്കെട്ടുകൾക്കിടയിൽ മുള്ളുകൾക്കിടയിൽ
വഴിതെറ്റി മോശ അലഞ്ഞു കാണും. ജനങ്ങൾ അദ്ദേഹത്തെ കാണുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം 40 ദിവസവും ദൈവത്തോടു കൂടിയായിരുന്നു എന്നൊരു പക്ഷേ അവരെ വ്യാഖ്യാനിച്ചു കാണും. പക്ഷേ ആ അനുഭവം മോശയ്ക്ക് രൂപാന്തരം നൽകിയ അനുഭവമാണ്. മോശ ദൈവത്തെ കണ്ടില്ല, ആരെയും കണ്ടില്ല. പക്ഷെ മോശ ഇറങ്ങി വന്നപ്പോ മുഖം പ്രകാശിക്കുന്നതായി ജനങ്ങൾ കണ്ടു. ഇത് മനോഹരമായ ഒരു അനുഭവമാണ്. മോശയുടെ മുഖം പ്രകാശിക്കുന്നത്. അന്ന് നമുക്ക് ആരെയും ഒന്നിനെയും കാണാത്തവരുടെ മുഖം പ്രകാശിതമായി. ഒരു സഹോദരൻ അതിനെ പോലും അല്പം ഒന്ന് ലാഘവപ്പെടുത്തി പറയുന്നുണ്ട്. മോശയുടെ മുഖത്തെ പ്രകാശം മായുന്നത് മോശയ്ക്ക് തന്നെ തിരിച്ചറിയാനായിട്ട് സാധിച്ചു. അന്നേരമാണ് ഈ 3 പടം വീഴുന്നത്. ഈ നമ്മുടെ ക്രിസ്തോഫർ കാലഘട്ടത്തിൽ മാസമാസത്തിൽ എത്തി പറഞ്ഞുകൂടാ. അങ്ങനെപ്പെട്ടക്കാർ വിശുദ്ധ കുർബാന ചെല്ലുമ്പോൾ ഇങ്ങനൊരു 3 പടം ഇടാറുണ്ട് കാര്യം. പക്ഷേ സുവിശേഷം അറിയിക്കുന്ന സമയത്ത് ആ 3 പടം മാറ്റും. കുർബാനയുടെ പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൊക്കെ ആ 3 പടം മാറ്റും. ജനങ്ങളോട് പ്രസംഗിക്കുമ്പോൾ 3 പടം ഇടും. ഇത് പറഞ്ഞനുസരിച്ച് ഈ മുഖത്തെ പ്രകാശം പറഞ്ഞു പോകുന്നത് ജനങ്ങൾ അറിയാതിരിക്കാനായിട്ട് 3 പടം വിടുക. ഹൃദയവും വായിക്കും വിടുകയും ആ 3 പടം കൊണ്ട് സുവിശേഷം നിങ്ങൾ തിരിച്ചറിയുമ്പോൾ 3 പടം നീങ്ങി പോകുന്നു, നിങ്ങൾ പ്രകാശിതരായി തീരുന്നു എന്നുള്ള അർത്ഥമാണ്. ഇത് അനുഭവനിഷ്ഠമായ ആധ്യാത്മികതയാണ്. മോശയുടെ മുഖം പ്രകാശിച്ചതാണ് അതിന്റെ അന്തിമ ഫലം. 10 കൽപ്പനകൾ മോശ കൽപ്പനകൾ എഴുതുന്നതിനെ കാണിച്ചു എന്ന് വേദപുസ്തകത്തിൽ പറയുന്നു. നാസികാരത്തിലെ ഗ്രീക്കോറിയസ് എന്ന് പറയുന്ന അതിപ്രബന്ധനായ പണ്ഡിതനായ വിശുദ്ധനായ പിതാവ് പറഞ്ഞു, ജനങ്ങൾ അതിൽ ഒരു വർഷം മാത്രമേ കണ്ടുള്ളൂ. ഈ 10 കൽപ്പനകൾ എഴുതാണ് ജനങ്ങളെ കാണിച്ചത്. അതിന് മറുവശമുണ്ടായിരുന്നു. ആ മറുവശത്ത് എഴുതിയിരുന്നു. അതാരൊക്കെ കണ്ടത്? അത് മോശയും ദൈവവും മാത്രമേ കണ്ടുള്ളൂ. മോശ അവിടേക്ക് ഇരുന്ന് കഴിഞ്ഞിരുന്നു. അത് മോശ മാത്രമേ ഈ വശത്തെ കണ്ടുള്ളൂ. ഒരു വശം മാത്രമേ ജനങ്ങൾ കണ്ടുള്ളൂ. അതാണ് 10 കൽപ്പനകളുടെ ആന്തരികമായ 10 കൽപ്പനകൾ വേറെ ഉണ്ടായിരുന്നു. നമ്മൾ ആ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ബാഹ്യമായ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അന്തരേന്ദ്രിയങ്ങളുണ്ടെന്ന് പറയുന്നത് പോലെ ബാഹ്യമായ 10 കൽപ്പനകൾക്ക് ആന്തരികമായ 10 ആ 10 വിജയം 10 അങ്ങനെ അനന്തമായ ഒരു ആലേഖനം വേറെയുണ്ട്. അത് അദൃശ്യമാണ്. അത് മോശയെ പോലെ ആധ്യാത്മിക ഉന്നതികളിൽ എത്തിയവർക്ക് മാത്രമേ വായിക്കാൻ സാധിക്കുകയുള്ളൂ. അത് ദൈവത്തിന്റെ മോശയ്ക്ക് മാത്രം തിരിച്ചറിയാവുന്ന ഒന്നാണെന്ന് അദ്ദേഹം വളരെ മനോഹരമായിട്ട് പറയുന്നു. നമ്മുടെ ഭാഷയുടെ ചരിത്രത്തിൽ നമുക്കറിയാം, വാവഴി, ഓറൽ ട്രഡീഷൻ, ഇതിന് വരവഴിയുണ്ട്. എഴുത്ത് രീതിയുണ്ടാക്കി അക്ഷരങ്ങൾ എഴുതി, വാക്കുകളും വാചകങ്ങളും എഴുതി, മിക്ക ഭാഷകളും ഇടത്തുനിന്ന് ഇടത്തോട്ട് എഴുതി, അല്ലെങ്കിൽ വലത്തുനിന്ന് കുറെ ഭാഷകൾ വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതി ദേശീയമായിട്ടാണ്. കൊച്ചുകുട്ടികൾക്ക് എഴുത്ത് പഠിപ്പിക്കുമ്പോൾ ആശാന്മാരുടെ അടിക്കുമായിരുന്നു അതിന്റെ ലൈൻ തെറ്റി പോയാൽ. അതുകൊണ്ട് വരയിട്ട നോട്ട്ബുക്കുകളിലാണ് കുട്ടികളെ എഴുതി പഠിപ്പിക്കുന്നത്. രേഖീയമാണ്, ലീനിയറായിരിക്കണം, സ്ട്രെയിറ്റ് ആയിരിക്കണം എന്നുള്ളത്. ഇതാണ് നമ്മുടെ ഈ ഭാഷാ സംസ്കാരത്തിന്റെ, എഴുത്തു ഭാഷയുടെ സംസ്കാരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വശം. അതുപോയി വാവഴിയും പോയി വരവഴിയും പോയി ഇപ്പോഴേ നിലവഴിയാണെന്നുള്ളത് നിങ്ങൾക്ക് മിക്കവർക്കും അറിയാം. നിലവഴി ഹൈപ്പർ ടെക്സ്റ്റാണ്. അത് എഴുത്ത് മാത്രമല്ല, അത് വലത്തോട്ടാണോ ഇടത്തോട്ടാണോ എഴുതും, അത് പ്രശ്നമല്ല. അതിന്റെ കൂടെ ശബ്ദമുണ്ട്, അതിന്റെ കൂടെ വെളിച്ചമുണ്ട്, അതിന്റെ കൂടെ ചിത്രങ്ങളുണ്ട്, അതിന്റെ കൂടെ പലതുമുണ്ട്. ഹൈപ്പർ ടെക്സ്റ്റ്. സാധാരണ ടെക്സ്റ്റ് നിങ്ങൾ ഇടത്തുനിന്ന് വലത്തോട്ടോ അല്ലെങ്കിൽ വലത്തുനിന്ന് ഇടത്തോട്ടോ എഴുതുന്ന രേഖീയമായ അക്ഷരങ്ങൾക്ക് അപ്പുറത്ത് അതിനുപരിയായ ഒരു ടെക്സ്റ്റാണ് നമ്മുടെ പുതിയ ഡിജിറ്റൽ കൾച്ചർ നമുക്ക് നൽകുന്നത്. ഇതാണ് തിരമൊഴി. ഈ തിരമൊഴിയിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു നല്ല പങ്കും ഇപ്പോൾ നീതി തുടിക്കുന്നത് എല്ലാവർക്കും അറിയാം. ഇത് നിഷേധാത്മക വശമൊന്നും പറയുന്നില്ല. പക്ഷെ അത് വന്നു കഴിഞ്ഞു. ഇപ്പോ എത്ര പ്രായമുള്ളവർ നീ അതിലേക്ക് വരാതെ നിവൃത്തിയില്ല എന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞു. 3-4 വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ കൽക്കട്ടയിൽ ടാഗോറിന്റെ വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയിൽ പോയി ശാന്തിനികേതനിൽ 2 ദിവസം താമസിച്ചു.
അവിടെ വെച്ചൊരു മലയാളിയായ കലാകാരനെ കണ്ടു. അദ്ദേഹം അവിടെ ആർട്ട് സ്കൂളിൽ പഠിക്കുകയാണ്. അദ്ദേഹം ഇവിടെ എല്ലാവരും കാണിച്ചു. ആദ്യമായിട്ടാണ് ഇൻസ്പിറേഷൻ ആർട്ട് എന്ന് പറയുന്ന സംഗതിയായിട്ട് പരിചയപ്പെടുന്ന മലയാളിയായ കലാകാരനാണ്. അതിനുശേഷം പലയിടത്തും കേട്ടു. ലോകത്തിലെ പല സ്ഥലങ്ങളിൽ ഇൻസ്പിറേഷൻ ആർട്ടുകളുടെ ഏറ്റവും അവസാനം എറണാകുളത്ത് ദിനാലേഷും അത് വന്നു. അപ്പൊ ഇൻസ്പിറേഷൻ ആർട്ടിൽ ഈ രേഖീയമായിട്ടുള്ള ഒരു ചിത്രത്തിന്റെ രേഖകളോ വർണ്ണങ്ങളോ അല്ലെങ്കിൽ ഒരു കേൾവിയോ മാത്രമല്ല, നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും എൻഗേജ് ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്കാണ് നമ്മളെ പ്രവേശിപ്പിക്കുന്നത്. ഇൻസ്പിറേഷൻ ചില ഭാഗത്ത് നമുക്ക് നടക്കുന്നു, നിങ്ങളെ തിരിച്ചറിയുന്നില്ല. ഒരു വലിയ കലാസൃഷ്ടിയിലൂടെയാണ് നടക്കുന്നത്, നിങ്ങൾ തിരിച്ചറിയുന്നില്ല. അതിന് കഴിയുമ്പോഴാണ് അറിയുന്നത് ഞാനിപ്പോ അഞ്ചിലൂടെ നടന്നത്, ഞാൻ കണ്ടതും കേട്ടതും ഞാൻ അനുഭവിച്ചതും അടിച്ച കാറ്റും കണ്ട വെളിച്ചവും എന്റെ കാര്യങ്ങൾ സ്പർശിച്ച സ്ഥലവുമെല്ലാം ഒരു ആത്മവർക്കിന്റെ കലാസൃഷ്ടിയുടെ ഭാഗമാണെന്ന് പിന്നീടാണ് നിങ്ങൾ തിരിച്ചറിയുന്നത്. ഇതാണ് ഇൻസ്പിറേഷൻ ആർട്ട്. അപ്പം അനുഭവനിഷ്ഠതയിലേക്ക് നമ്മുടെ ഈ കലാസങ്കല്പത്തെ സൗന്ദര്യബോധത്തെ തിരിച്ചുകൊണ്ടുവരികയാണെന്ന് പറയാൻ സാധിക്കുള്ളൂ. എവിടെ ഭംഗിയായിരിക്കും നല്ല കാര്യമെന്ന് പറയുന്നത് ഒരാൾ സ്റ്റേജ് അവതരിപ്പിക്കുകയും കുറെ താഴെ ഇരുന്ന് കാണുകയും ചെയ്യുന്ന ഒരു സ്പെക്ടേക്കിൾ അല്ല, ഒരു പെർഫോമൻസ് അല്ലാതെ അതിൽ പൂർണ്ണമായിട്ടും നമ്മൾ പങ്കെടുക്കുന്നു. അതിന് വിജയമായ അധികരണം ചില തിയേറ്ററുകൾ കണ്ടിട്ടുണ്ട്. അതായത് സ്റ്റേജിൽ ഒരു കുതിര കൊണ്ടിരിക്കുന്ന ആളും ഒരു നദി കടക്കുകയാണ്, വെള്ളം ചിതറുന്നു. അങ്ങനെ ചിതറുന്ന വെള്ളം കാണുമ്പോൾ നമ്മുടെ നേരത്തേക്കും ചെറുതെന്നോ വെള്ളം കഴിക്കും. അപ്പോൾ നമുക്കും അതിൽ ഒരു പങ്കാളിത്തം ഉണ്ടാകും. അല്ലെങ്കിൽ ആണി തട്ടുന്നു ഈ സ്റ്റേജിൽ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു ചൂട് അനുഭവം, എവിടുന്നോ ചൂട് നമുക്ക് വരും. അതിനുള്ള സംവിധാനങ്ങൾ മെക്കാനിക്കൽ ഡിവൈസ് അത് ഏർപ്പാട് ചെയ്തിരിക്കുന്നതാണ് നമ്മളെ അത് പ്രകടിപ്പിക്കാനാണ്. പക്ഷെ അതിന് ചില പുറകിലുള്ളത് എന്താണ്? ഈ അനുഭവനിഷ്ഠമാണ് നമ്മുടെ എല്ലാ സങ്കല്പങ്ങളും. മതത്തിൽ എപ്പോഴും വളരെ വളരെ പ്രധാനമാണ്. നമ്മുടെ നിർഭാഗ്യം എന്ന് പറയാം, എല്ലാ മതങ്ങളിലും ക്രിസ്തീയ പാരമ്പര്യം ഉൾപ്പെടെ എല്ലാ മതങ്ങളിലും നമ്മുടെ ദൈവികമായ എഴുതപ്പെട്ട ഇടത്തുനിന്ന് നിലത്തോട്ട് എഴുതുന്ന ഈ വാക്കിനെ മാത്രം കാണുകയും അത് ധരിപ്പിക്കുന്ന പ്രപഞ്ചത്തെ നമ്മൾ തിരിച്ചറിയാതിരിക്കുകയും ചെയ്യും. അതാണ് നമുക്ക് വരുന്ന വലിയ പ്രയാസം. അതുകൊണ്ടാണ് ഈ വാക്കിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ എത്രയും ശക്തിയായിട്ട് ഞാൻ പറയുന്ന വാക്കാണ് ശക്തിയുള്ളത് എന്ന് നമ്മൾ തെറ്റിദ്ധാരണയിൽ കഴിയുകയും ചെയ്യും. ഞാൻ പറഞ്ഞത് ആധ്യാത്മികതയെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രസിദ്ധമായ വാക്കുകളുണ്ട്. കണ്ടവൻ മിണ്ടുന്നില്ലായെന്നും മിണ്ടുന്നവൻ കണ്ടില്ലായെന്നും ഒക്കെ പറയും. വളരെ ശരിയാണ്. ഇന്ത്യയിൽ എത്രയോ അനുഭവ പാരമ്പര്യമുള്ള ആളുകളുണ്ട്. ഞാൻ ഈ വാരണാസിയിലെ 2 വർഷം മുൻപ് പ്രധാനമായ തീർത്ഥാടനം പോലെ പാടാണ്. ദിവസം രാവിലെ അവിടെ ചേരും ഈ സൂര്യോദയം കാണാനായിട്ട്. ഗംഗയുടെ മുകളിൽ സൂര്യൻ ഉദിക്കുന്നതും ആളുകൾ വന്ന് ഈ തർപ്പണം നടത്തുന്നതും കുളിക്കുന്നതും അതുപോലെ ശവശരീരങ്ങൾ അതിൽ വല്ല അതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോ ഞാൻ അതിലെ പടവുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറെ പട്ടികൾ നമ്മൾ കൂടെ വരും. കാരണം കയ്യിൽ ചായയെല്ലാം ഉണ്ടെങ്കിൽ ആ ചായന്മാർ നമ്മൾ ഇടുമ്പോഴേ നക്കി തിന്നാൻ വേണ്ടി വരുന്ന കുടിക്കാൻ വേണ്ടി വരുന്ന പട്ടികളാണ്. അപ്പൊ അങ്ങനെ പോയപ്പോൾ വെറുതെ ഒരു മുണ്ട് ഇങ്ങനെ തൂക്കിയിട്ടിട്ട് അതിന് കീഴിൽ ജടയും താടിയുമുള്ള ഒരാളിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയി എനിക്ക് ആവശ്യം തോന്നി. അതിന് മുമ്പിൽ പോയി ഞാൻ മനുഷ്യൻ വേണ്ടി നിന്നു. ഞാൻ ചോദിച്ചു, ഒരു ചായ തരട്ടെന്ന് ചോദിച്ചു. അദ്ദേഹം നോക്കിയത് പോലുമില്ല. ഞാൻ അതിനോട് ഏതൊക്കെയോ അറിയാവുന്ന രീതിയിൽ ചോദിച്ചു. ഒരക്ഷരവും വിടുന്നില്ല. അപ്പോ അടുത്തൊന്നും ഒരാൾ വിളിച്ച് പറഞ്ഞു, വിടുന്നത് അത് മൗലി ബാബയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനെ ചെറിയ കടക്കാരൊക്കെ പറഞ്ഞു, ഈ മൗലി ബാബയെ കുറിച്ച് അനേക വർഷങ്ങളായിട്ട് മൗനത്തിലിരിക്കുന്ന ആളാണ്. അദ്ദേഹം മാറി തുറക്കുന്നത് സന്ധ്യയ്ക്ക് കേരളത്തിൽ ചെന്ന് ഈ കീർത്തനങ്ങൾ പാടും. അപ്പോൾ മാത്രമേ അദ്ദേഹം വാത് കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ പൂർണ്ണമായ മൗനമാണ്. ഇന്ത്യയിലെ പുരാതനമായ പാരമ്പര്യമാണ്. ഇപ്പോഴും ഈജിപ്തിലെ മരുഭൂമിയിൽ യൂസും കബൂർ യൂസും ഒക്കെ സഹോദരിച്ച അനുഷ്ഠിച്ച മരുഭൂമി ഇപ്പോഴും അങ്ങനെയുള്ള സന്യാസിമാർ മൗനമുദ്രിതമായ ജീവിതം. പക്ഷെ അവർക്ക് അനുഭവ നിഷ്ഠമാണ്. അവരുടെ അനുഭവം എന്താണെന്ന് അവർ എഴുതി വെക്കുന്നില്ല, നമ്മളോട് പറയുന്നില്ല. പക്ഷെ അടുത്ത് ചെല്ലുന്നവർക്കറിയാം.
അത് മഹാത്മാഗാന്ധി ഉപയോഗിച്ച ഒരു പൂവിന്റെ ഉദാഹരണം പോലെ അത് വാചാലമല്ല, പക്ഷേ അതിന്റെ സൗരഭ്യം കൊണ്ട് നമുക്ക് തന്നെ തിരിച്ചറിയാം. ഇപ്പോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മുടെ ആധ്യാത്മികതയെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പത്തിലും അതിന്റെ അടിസ്ഥാനത്തിലും പലപ്പോഴും തെറ്റായ കാഴ്ചപ്പാടുകൾ മൂലം ഇതിനെ ആദ്യം സൂചിപ്പിച്ചതുപോലെ പ്രത്യേകമായ കാഴ്ചപ്പാടുകൾ മൂലം നമ്മൾ പല വഴിക്ക് പോകാം. പക്ഷെ അവനെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന എല്ലാ ക്രിസ്തീയ പാരമ്പര്യങ്ങളെയും എല്ലാ മതപാരമ്പര്യങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒന്നാണ് ഈ നഗ്നതയും ഈ പ്രകാശവസ്ത്രം ധരിക്കലും ഈ അനുഭവനിഷ്ഠമായ ആധ്യാത്മികതയും. പ്രകാശവസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ച് ഈ മനുഷ്യരുടെ സംസ്കാര ശുശ്രൂഷയിൽ പല സ്ഥലങ്ങളിൽ അത് പറയുന്നുണ്ട്. ദൈവമേ, നിന്റെ ദാസനെ ദാസിയെ പ്രകാശവസ്ത്രം ധരിപ്പിക്കണമെന്നാണ്. ഈ പ്രകാശവസ്ത്രം എന്ന് പറയുന്നത് ഈ ആദ്യ നഗ്നതയാണ്. എല്ലാ കാവ്യങ്ങളും ഒഴിഞ്ഞു കളഞ്ഞ് സത്യവും നീതിയും സമാധാനവും വസ്ത്രമായി ധരിക്കുന്ന ആത്മാവിന്റെ ഫലമാണ്, ആത്മാവിന്റെ വസ്ത്രമാണ്. ആധ്യാത്മികത എന്നുള്ള വാക്കിന്റെ അർത്ഥവും നമുക്കറിയാം. ആത്മാവിൽ അധിഷ്ഠിതമായത്, ആത്മാവിനെ അധികരിച്ചുള്ളത് എന്നാണ് അതിന്റെ അർത്ഥം. That which is related to spirit, that which is based on the spirit. അപ്പൊ ഈ ആത്മാവിനെ അധികരിച്ചുള്ളത് എന്താണെന്ന് ഇന്ത്യയിൽ നടത്തിയതുപോലെ ലോകത്തിൽ ഒരിടത്തും അന്വേഷണം നടത്തിയിട്ടില്ല എന്നാണ് എന്റെ വലിയ ആഗ്രഹം. ആത്മാവ് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒത്തിരിയേറെ ക്രിസ്തീയ പാരമ്പര്യങ്ങളുണ്ട്. പക്ഷെ അതിലൊക്കെ വളരെ വളരെ വിപുലമായിട്ട് ആഴമായിട്ട് ദീർഘമായിട്ടുള്ള മനനങ്ങളും ചർച്ചകളും പ്രബന്ധങ്ങളും തർക്കങ്ങളും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാം ആത്മമയമാണ്. അതുകൊണ്ട് മാത്രമായില്ല, ആത്മാവിനെ കുറിച്ചുള്ള വെറും മനനങ്ങൾ കൊണ്ട് മാത്രമായില്ല, ആത്മീയത എന്ന് പറയുന്നത് അനുഭവനിഷ്ഠമായി നാം തിരിച്ചറിയുക തന്നെ വേണം. ഞാൻ ഒരു സന്തോഷത്തിന്റെ വാക്കുകളിൽ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇല്ലാത്ത ലേഖനത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഫലം ബഹുവചനമല്ല, ഏകവചനമാണ്. പരിശുദ്ധാത്മാവിന്റെ ഫലം എന്ന് പറയുന്ന സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. 9 കൂട്ടം കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവിന്റെ ഏക ഫലമാണ്. 9 fruit of the Spirit. ക്രിസ്തീയ ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ പ്രത്യേകത കർത്താവ് നമ്മളെ പഠിപ്പിച്ചൊരു സംഗതിയാണ്. ഒരു ഫലത്തെ അതിന്റെ ഫലം കൊണ്ട് തിരിച്ചറിയാം. അതുകൊണ്ട് ഈ വർണ്ണശബളമായ വേഷങ്ങളിൽ നാം വിമർശിക്കരുത്. മനുഷ്യരുടെ ഭാഗവൃത്തത്തിൽ നമ്മൾ വീടുപോകരുത്. നമ്മുടെ ബാഹ്യമായ ഇന്ദ്രിയങ്ങളെ, കണ്ണുകളെയും കാലുകളെയും സ്പർശനത്തെയും രുചിയെയും പ്രചോദിപ്പിക്കുന്ന ഒന്നിലും നമ്മൾ അടിമപ്പെട്ടു പോകരുത്. ഈ പറഞ്ഞ ഫലങ്ങളുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. ആത്മാവിന്റെ ഫലങ്ങളുണ്ടോ എന്നുള്ളതാണ്. ആത്മാവിനെ കുറിച്ച് ചർച്ചയാക്കാൻ പ്രധാനം ആത്മാവിന്റെ ഫലങ്ങൾ നമ്മിലും നമ്മുടെ സമൂഹത്തിലും നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇത് വ്യക്തിപരമായ ഒന്നായി ഒരിക്കലും വിളിക്കരുത്. അത് നമ്മുടെ വലിയൊരു ദോഷമാണ്. നമ്മുടെ സഭയ്ക്ക്, നമ്മുടെ പാരമ്പര്യത്തിന് വന്നിരിക്കുന്ന ദോഷമാണ്. ആത്മീയതയെ വളരെ വളരെ വ്യക്തിഗതമായി കാണുന്നു. വലിയ നോമ്പ് വരികയാണ്. എല്ലാ വലിയ പ്രബോധനങ്ങളെല്ലാം നടത്തുന്നു. നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണമെന്നുള്ളത്. പക്ഷെ സമൂഹത്തിന്റെ ആധ്യാത്മികതയെ കുറിച്ച് ആരും പറയുന്നില്ല. വ്യക്തികൾ നന്നായാൽ സമൂഹം നന്നാകുമ്പോൾ പഴയ ധാരണ തെറ്റണം. നല്ല വ്യക്തികളുണ്ടായതുകൊണ്ട് നല്ല സമൂഹം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. സമൂഹത്തിന്റെ സൈക്കോളജിയും സോഷ്യോളജിയും വേറെയാണ്. അതുകൊണ്ട് സമൂഹത്തിന് അനുഭവമുണ്ടാകണം. സമൂഹത്തിന് ആത്മാവിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം ഉണ്ടാകണം. അതിൽ നിന്ന് വ്യക്തികൾക്കും കിട്ടും, വ്യക്തികൾക്കും സമൂഹത്തിനും കിട്ടും. അത് വളരെ സങ്കീർണമായ ഒരു ഡയലക്റ്റിക്സാണ്. അതുകൊണ്ട് നമ്മുടെ ആധ്യാത്മികത കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ആധ്യാത്മികത.
പരിശുദ്ധാത്മാവിന്റെ ആത്മാവെന്നാണ്. ആ ആത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ ജീവിതമാണ് നമ്മുടെ ആധ്യാത്മികത. സ്പിരിച്വാലിറ്റി is a life in the Holy Spirit. Life in the Holy Spirit. അതിനെക്കുറിച്ച് കുർബാനക്കായി പറയുന്നത് ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർത്തീകരിക്കുന്നവനായ പരിശുദ്ധാത്മാവെന്നാണ്. He will perfect everything that is and is to be. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർത്തീകരിക്കുന്നത് നമുക്കതിൽ മാത്രമേ ആശ്രയിക്കാൻ സാധിക്കൂ. ഇപ്പൊ നമ്മളുണ്ടാകുന്നത് എല്ലാം അപൂർണമാണ്. മനുഷ്യന്റെ സൃഷ്ടിയും സംസ്കാരവും ശാസ്ത്രവും ടെക്നോളജിയും മതവും ആധ്യാത്മികതയും എല്ലാം അപൂർണമാണ്. പരിശുദ്ധാത്മാവിന്റെ ഈ പൂർത്തീകരണ പ്രക്രിയയ്ക്ക് നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കുമ്പോഴാണ് പൂർണ്ണതയിലേക്കുള്ള പ്രയാണം നമ്മൾ ആരംഭിക്കുന്നത്. അതൊരു പ്രയാണമാണ്, അതിന് അന്തമില്ല. അത് നിരന്തരമായി അവസാനമില്ലാതെ ദൈവത്തിന്റെ അനന്തതയിലേക്ക്, ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്തിലേക്ക് പുരോഗമിക്കുന്ന ഒരു പ്രയാണമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വലിയ വാക്കുകൾ അവസാനിപ്പിക്കും.